ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സയൻസ് ക്രേസി വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഈസി ആൻഡ് ഫാസ്റ്റ് ഭയങ്കര അടിപൊളിയായിട്ടൊരു ചാനലാണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ ഒന്നും കൂടി ഒന്ന് അടിപൊളിയായിട്ട് ചെയ്താൽ മതി. ഇത് നേരെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഉള്ള ഒരു A4 ഷീറ്റാണ്. അത് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് പ്രിൻ്റബിൾ സ്റ്റിക്കേഴ്സ് ക്രിസ്മസ് തീം ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേ റിസൾട്ട്സ് കിട്ടും. ശരിക്കും പറഞ്ഞാൽ കുറേ കിട്ടും. Pinterest നോക്കിയാലും ഒക്കെയാണ്. അപ്പോൾ അതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക, പ്രിൻറ്റിങ് ഷോപ്പിൽ പോവുക, പ്രിൻ്റ് ഔട്ട് എടുക്കുക. അപ്പോൾ ആ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊണ്ടുവന്നിട്ട് പിന്നെ ഒരു കളർ പേപ്പറാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ ഈ ക്രിസ്മസ് തീമിന് തന്നെ റെഡ് അല്ലേ, അപ്പോൾ നമ്മൾ കൂടുതൽ എടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെഡ് ഒരു ലവ് ഷേപ്പ് പോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കോർണേഴ്സിൽ വെക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെക്കേണ്ടതെന്ന് അറിയാമല്ലോ. ലവ് ഷേപ്പായിട്ട് എടുത്തതൊന്നല്ല, കോർണറിൽ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഈ ബുക്കിൻ്റെ കോർണറും ഈ റെഡ് പേപ്പറിൻ്റെ കോർണറും മീൻസ് നമ്മൾ വെട്ടിയെടുത്ത പേപ്പറിൻ്റെ കോർണറും ആയിട്ട് വെക്കുക. അപ്പോൾ ഞാനിവിടെ ഡുവൽ പേജ് മീൻസ് ടു പേജ് ജേർണലിംഗ് ആവുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വെക്കുന്നത്. ഒരു പേജിൻ്റെ ഈ സൈഡും അടുത്ത പേജിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതിങ്ങനെ പേസ്റ്റ് ചെയ്ത് നോക്കുക. ഒരു പേജിൻ്റെയാണ് ആണെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒട്ടിച്ചാൽ മതി കേട്ടോ. ഒരു പേജിന് തന്നെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കോർണറിൽ. പിന്നെ ഞാൻ നേരത്തെ പ്രിൻ്റ് ഔട്ട് എടുത്ത ആ പേപ്പറിൽ നിന്ന് തന്നെ ഒരു ടെഡി ബിയറിനെ പോലത്തെ സംഭവം അതിനൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഷീറ്റിൻ്റെ റെഡ് പേപ്പറിൻ്റെ മേലൊന്ന് അടിച്ചെടുത്ത് നല്ല ക്യൂട്ടായിട്ടുണ്ടല്ല അതിനെ കാണാൻ. അപ്പോൾ അതിനൊന്ന് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിപ്പോൾ ഞാൻ വരച്ചതാണ്, ഇത് കണ്ടാൽ തന്നെ അറിയാമല്ലോ, മറ്റേതിൻ്റെ അത്ര അങ്ങോട്ട് വൃത്തിയൊന്നുമില്ല. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് വരച്ചതാണ്. അപ്പോൾ ആ സാന്റാക്ലാസ് എൻ്റെ ഇതിലുണ്ടായിരുന്നില്ല. ഇനി നെക്സ്റ്റ് ഒരു ടേപ്പല്ല, ഇത് ടേപ്പ് ലൈക്ക് സ്റ്റിക്കറാണ് കേട്ടോ. അത് ആ സ്റ്റിക്കർ ഒന്ന് പീൽ ഓഫ് ചെയ്തിട്ട് ഞാനൊരു നെയിം സ്ലിപ്പിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സ്റ്റിക്കറിൻ്റെ പേപ്പറോ അങ്ങനെ എന്തിൻ്റെ ബാക്കിൽ നിന്ന് കട്ട് ചെയ്തിട്ട് അതിൽ ഒട്ടിച്ച് വെച്ചതാണ്. ബിക്കോസ് ഈ ഒരു ക്രിസ്മസ് ട്രീനെ നമുക്ക് ഈ ഒരു ബിയറിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെയാണ് പേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. നെക്സ്റ്റായിട്ട് ഞാനൊരു ബെൽസിനും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിതൊന്ന് ചെരിച്ചിട്ട് സ്ലാൻഡിങ് ആയിട്ട് പൊട്ടിച്ചെടുക്കാം. അതുകൊണ്ടാണ് ഞാൻ കുറേ ഒട്ടിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഈ വെട്ടിയെടുത്തൊരു സാന്റാക്ലാസ് എവിടെ ഒട്ടിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഇവിടെ ഒട്ടിച്ചാൽ ഇത് രണ്ടും ഇങ്ങനെ വരുന്നത് ഇവിടെ മതി. ഈ ഒരു എന്താണ് പേര്, സർക്കിളൊക്കെ ഉള്ള ഒരു ബെല്ലൊക്കെ ഉള്ള ഒരു സാധനമില്ലേ, അതിൻ്റെ പേര് എന്താണെന്ന് സത്യം എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അത് ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, എല്ലാ സ്റ്റിക്കറൊന്നും നമ്മൾ യൂസ് ചെയ്തില്ല, നമുക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ആ സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് വെച്ചിട്ട് ഒരു ജേർണലിങ്ങും കൂടിയും ഈ ഒരു തീമിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ. അയ്യോ പോലെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു ഈസി ജേർണലാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ സ്റ്റിക്കറൊന്നും ഇല്ലല്ലോ എൻ്റെ കയ്യിൽ, ഇതൊന്നും ചെയ്യണ്ട, അങ്ങനെ വിചാരിക്കരുതേ. അപ്പോൾ ഒന്നുകൂടി ഒരു കാര്യം കൂടി പറയട്ടെ, ഇത് ചെയ്യണമെന്നുണ്ട് പക്ഷേ ചെയ്യാനില്ല, ഐറ്റംസ് ഇല്ല, സ്റ്റിക്കേഴ്സ് ഇല്ല, അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചെയ്യണം കേട്ടോ. ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ മേക്ക് ചെയ്യണം. ഇപ്പം ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾ Pinterestൽ ചെക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഗൂഗിളിൽ ചെക്ക് ചെയ്താലൊക്കെ കിട്ടും. ഒന്ന് ട്രീസ് എടുത്തിട്ട് വരയ്ക്കുക, അല്ലെങ്കിൽ വരയ്ക്കാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ വരയ്ക്കുക, അങ്ങനെ ചെയ്യാൻ. പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുക, ഇങ്ങനെ സ്റ്റിക്കേഴ്സ് സെറ്റ് ഉണ്ടാവുകയാണെങ്കിൽ സ്റ്റിക്കേഴ്സ് സെറ്റ് യൂസ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ചെയ്യണം.
അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. മറക്കണ്ട, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.